നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലീന ബബിതയ്ക്ക് ധൈര്യമൊക്കെ കൊടുത്ത് ബബിതയുടെ കൈ പിടിച്ച് അലീന കോളേജിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് ബബിതയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ തന്നെ കളിയാക്കോ വലുതൊക്കെ പറയുമെന്നൊക്കെ. പക്ഷേങ്കിൽ അലീന കയ്യെ പിടിച്ച് കഴിഞ്ഞപ്പോൾ എവിടുന്നോ എന്തോ ഒരു ധൈര്യമൊക്കെ ബബിതയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അലീനയും മനുഷ്യങ്ങളും കൂടെ ബബിതയും കൂട്ടിക്കൊണ്ട് നേരെ പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ പോകുന്ന സമയത്ത് ബബിതയെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബബിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എല്ലാവരും തന്നെ നോക്കുമ്പോൾ അവരൊക്കെ മനസ്സിൽ എന്തായിരിക്കും കരുതുന്നത്? പീഡന കേസിലെ പ്രതിയായ രോഹിത്തിന്റെ പെങ്ങളല്ലേ താന്, അപ്പൊ ആ രീതിയിലാണോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. പക്ഷേ എങ്കിൽ അലീനയ്ക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു. അലീന ബബിതയുടെ കയ്യിലെ പിടി വിട്ടില്ല. ആ പിടി ഒന്നുകൂടെ മുറുക്കുക ചെയ്തേ. ഒടുവിൽ പ്രിൻസിപ്പളിന്റെ മുറിയിൽ നിന്നു പ്രിൻസിപ്പളിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് മനുശങ്കർ. അപ്പോൾ ഒരു മാസമായിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് അതിന് സാഹചര്യം കാര്യങ്ങളൊക്കെ വിസ്തീരിക്കുകയാണ്. അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രോഹിത് നിരപരാധിയായിരുന്നു, കോടതി അവന് ജാമ്യം കൊടുത്തു, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രിൻസിപ്പൾ പറഞ്ഞു, ഇത്രയും ദിവസം ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം പോയ പോർഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്താൽ മതി. പിന്നെ എക്സാം ആണല്ലോ ഇനി അടുത്ത് വരാൻ പോകുന്നത്. നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതി എന്നൊക്കെ പ്രിൻസിപ്പളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞ് ഇന്നു മുതൽ ക്ലാസ്സിൽ ഇരുന്നോളാനൊക്കെ പറയാണ്. അങ്ങനെ ഒടുവില് ബബിതയും കൊണ്ട് അലീനയും മനുഷ്യങ്ങളും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരിക. അങ്ങനെ അങ്ങോട്ട് വരണ സമയത്താണ് കുറച്ച് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. അവര് ബബിതയെ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ബബിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴേക്കും ഒരുത്തനൊരു കമന്റ് പറഞ്ഞു, എടാ ആണ്ട്രാ പോന്നു, പീഡന കേസിലെ പ്രതിയുടെ സഹോദരി എന്ന് പറഞ്ഞു. കണ്ടോ എന്തൊരു പത്രാസായിരുന്നു മുമ്പ്, ഇപ്പൊ കണ്ടില്ലേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കുറെ പൈസയെ കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ച, പക്ഷെ അതൊന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കഥകളൊക്കെ അവര് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു വിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേട്ട് ഞാൻ ബബിതയ്ക്ക് ഭയങ്കര ടെൻഷനായി. ബബിതയ്ക്ക് പിന്നെ ക്ലാസ്സിലേക്ക് പോകാൻ തോന്നില്ല. ബബിത പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാതെ തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും അലീന ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഞാൻ ക്ലാസ്സിലേക്കില്ലാന്ന് പറഞ്ഞു. ക്ലാസ്സിലേക്ക് പോകാൻ ഭയങ്കര മടി ബബിതയ്ക്ക്. പോകുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് അലീനയ്ക്ക് മനസ്സിലായി ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. കാരണം അവളുടെ മനസ്സിന് ധൈര്യമൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എല്ലാവരും കളിയാക്കി പറഞ്ഞു ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സ് വല്ലാതെ പതറിപ്പോയി. ഇവിടെ അവൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി അവൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെ അവൾ തോറ്റു പോയിട്ടാണെങ്കിൽ അവൾക്ക് ഇനി കോളേജിൽ വന്ന് പഠിക്കാനും സാധിക്കില്ല. അവളുടെ ഒരു വർഷം അങ്ങോട്ട് പോകും. ഒട്ടും മടിച്ചില്ല അലീന. എന്നിട്ട് അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അപ്പം പോകുന്നില്ലേ, പോകണ്ടെന്നുള്ള രീതിയായിരുന്നു മനുശങ്കറും. ബബിതയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവരുടെ മുന്നിലേക്ക് ബബിതയെ കൊണ്ടുവരുവാണ്. ബബിത ഒരു അമ്പരപ്പോടു കൂടി അലീനയെ നോക്കുകയാണ്. ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ അലീനയെ നോക്കി. കാരണം ഇവരെന്ത് ഭാവിച്ചാ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. അപ്പോഴേക്കും അലീന എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ വീട്ടിലും ഇല്ലേ സഹോദരന്മാരും, അവർക്കാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നെങ്കിലോ? പിന്നെ ഇത് എൻ്റെ അനുജത്തിയാണ് ബബിത, ഇവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവളുടെ സഹോദരൻ രോഹിത്, അവൻ തെറ്റ് ചെയ്തിട്ടില്ല. അവൻ തെറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. പക്ഷെ അവന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോടതി അവനെ വെറുതെ വിട്ടു. ഞാനത് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നെങ്കിൽ നിങ്ങളിങ്ങനെ മാറി നിന്ന് കളിയാക്കുവോ അല്ലെങ്കിൽ ചിരിക്കുവോ, ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമോ എന്ന് ചോദിച്ചു. ആരുടെ നാവ് പൊന്തിയിലൊന്നും മറുപടി പറയാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, നിങ്ങൾക്ക് ഉത്തരവില്ലല്ലേ? ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവളുടെ കുടുംബത്തിലെ രോഹിത്, അവനും തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ നിരപരാധിയായ അവനാണ് ഇത്ര നാളും ജയിലിൽ കിടന്നത്. പക്ഷെ അതിന്റെ പേരിൽ ഇവളുടെ ഭാവി തൊലയ്ക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലൊരു പെൺകുട്ടിയാണ് ഇവളും. നിങ്ങൾ ഇവളോടൊപ്പം നിൽക്കുവാണെങ്കിൽ ഇവൾക്കും ജീവിതത്തിലേക്കും കരകയറാൻ പറ്റും. ഇത്രയും ദിവസം ഇവള് കോളേജിൽ പോലും വരാതിരുന്നതിന് കാരണം അതായിരുന്നു. നിങ്ങളെയൊക്കെ ഭയന്നിട്ടാണ്. നിങ്ങളുടെയൊക്കെ കളിയാക്കലുകൾ ചിരികൾ ഒക്കെ ഭയന്നിട്ട് തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ അലീന തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയണം. ഒരു നിമിഷം അവിടെ മൊത്തം നിശബ്ദമായിരുന്നു. മനു പോലും അന്തം വിട്ടുപോയി. മനു പോലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അലീന ഇത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമെന്ന്. പിന്നീട് ബബിതയോട് നീ പേടിക്കൊന്നും വേണ്ട, ഇനി നിന്നെ ആരും കളയാക്കി ചിരിക്കാനും പോകുന്നില്ല, ക്ലാസ്സിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ബബിതയ്ക്ക് എവിടുന്നോ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി. മറ്റുള്ളവരുടെ കളിയാക്കലും ചിരിയൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബബിതയെ കൊണ്ട് ക്ലാസ്സിലേക്ക് വിട്ടിട്ടാണ് അലീന പുറത്തേക്ക് ഇറങ്ങുന്നത്.
മനുശങ്കർ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് നീ തന്നെയാണോ സംസാരിച്ചെന്ന്. അതെന്താ മനുവേട്ടാ, ഞാൻ പോലും ശരിക്കും പതറിപ്പോയ നിമിഷങ്ങളായിരുന്നത്. നിനക്ക് എങ്ങനെ സാധിക്കുന്ന അലീന ഇങ്ങനെ? മനുവേട്ടാ, സാഹചര്യമല്ലേ നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ ആക്കി മാറ്റുന്നതെന്ന് ചോദിച്ചു. ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. നമ്മൾ എന്ത് നേരിടാനായിട്ട് നമ്മൾ പഠിച്ചൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ തോറ്റു പിന്മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മളൊന്ന് പോരാടി നോക്കിയേ. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ആ വാക്കുകളൊക്കെ പറഞ്ഞു. ഇപ്പം അവര് ഒന്നും മിണ്ടാൻ നിന്ന് കണ്ടോ. നമ്മൾ ഓടാൻ പോയിട്ടുണ്ടെങ്കിൽ ഓടാൻ മാത്രം സമയം കാണുള്ളൂ എന്ന് പറഞ്ഞു. മനുഷ്യങ്ങനെ സന്തോഷമായി. അങ്ങനെ തിരികെ പോരാനായിട്ട് അവർ കാറിലേക്ക് കയറുന്ന സമയത്ത് മനു പറഞ്ഞു എനിക്ക് അലീനയോട് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യമോ മനുവേട്ടൻ പറഞ്ഞോ? അല്ലെങ്കിൽ ഇപ്പം വേണ്ട, ഞാൻ വീട്ടിൽ ചെന്നേയും പറയാന്ന് പറഞ്ഞു. എന്താ മനുവേട്ട കാര്യം? അതൊക്കെ ഉണ്ട്, വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞൊന്നുമില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു ഞാൻ മനുവേട്ടന് ചായ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് കയറിപ്പോയി, മുറിയിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് മനു എന്ത് ചെയ്തു, വൈജയനെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം വൈജയെ കണ്ടല്ലോ. അങ്ങനെ വൈജയന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു എന്തൊക്കെയുണ്ടോ മനു വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ആൻറ്റി ഞാൻ ബാബിതിയെ കോളേജിൽ കൊണ്ട് വിടാൻ വന്നാന്ന് പറഞ്ഞു. ഓ അപ്പം നീ എസ്കോട്ട് പോയതാണെന്ന് ചോദിച്ചു. അതെ, ഞാൻ മാത്രമല്ല അലീന ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പം അലീന പുണ്യാളത്തെയാണല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ നിയന്ത്രണത്തിലാണല്ലോ ഈ കുടുംബം കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പം മനുഷ്യങ്ങൾ പറഞ്ഞു എന്താ ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുടുംബത്തിൽ ഇപ്പം ആരെയും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ആരെ ഇഷ്ടമില്ലെന്നോ? ആൻറ്റി എന്താ പറയണേ? ആൻറ്റിയുടെ മക്കളും ഭർത്താവൊക്കെ അല്ലേ ഇവിടെ ഉള്ളത്? അതെ, അലീനയായിട്ട് സന്ധി ചെയ്യുന്നവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. ഇപ്പം നീയും, നിനക്കും അവൾ പ്രിയപ്പെട്ടാന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ മനുഷ്യങ്കർ പറഞ്ഞു ആൻറ്റി കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത്. ആൻറ്റി ആരോടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത്? ആൻറ്റിയുടെ മക്കളോടും ഭർത്താവിനോടുമാണ്. ആൻറ്റിയുടെ മക്കളും ഭർത്താവും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആരാ? ആൻറ്റി തന്നെയാ. ആൻറ്റി അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുത്ത് നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ ഒരു കാരണവശാലും ആൻറ്റിക്ക് ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അലീനയുടെ കെയറും കാര്യങ്ങളും ആൻറ്റി കണ്ടായിരുന്നോ? രോഹിത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം, രോഹിത് ജയിലിൽ നിന്ന് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ? അതൊക്കെ ആൻറ്റി അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജ പറഞ്ഞു അവള് ഈ കുടുംബത്തിലുള്ള എല്ലാവരും കറക്കിയെടുത്തു, മയക്കെടുത്ത് വെച്ചിരിക്കുക, ബാലേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരെയും. പക്ഷേ എന്നെ മാത്രം മയക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ആൻറ്റി എന്തിനാ അവള് മയക്കുന്നേ? അതിൻ്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. അതെ, എനിക്കതറിയാം. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഈ വീട്ടിൽ അധിക ദിവസമൊന്നും ഞാൻ ഉണ്ടാകത്തില്ല, ഞാനും അവളും ഒരിടത്ത് തന്നെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. മനുവിനെ തോന്നി പറഞ്ഞിട്ട് ഒന്നൊരു കാര്യമില്ല. എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ലാത്തവരുടെ എന്ത് പറയാനായിട്ടാ? പറഞ്ഞാലും വൈജയന്തി എതിർക്കാനേ പോകുന്നുള്ളൂ. പിന്നെ മനുഷ്യങ്കർ കൂടുതലൊന്നും പറയാൻ പോയില്ല. എല്ലാം ആൻറ്റിയുടെ ഇഷ്ടം, ആൻറ്റി എന്താ വെച്ചാൽ തീരുമാനിക്കുക. അവസാനം ആൻറ്റി തന്നെ സങ്കടപ്പെട്ട് കരയേണ്ട വരുമെന്ന് മാത്രം മനുഷ്യങ്കർ പറഞ്ഞു. കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നീട് ബാലേന്ദ്രനെ കാണാനായിട്ട് ബാലേന്ദ്രൻ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു വാടാ മനു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ ചോദിച്ചു. രാവിലെ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് ഒന്നും കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു അങ്കിളെ, എനിക്ക് അങ്കിളിനോടൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. എന്താ? പിന്നീട് ശിവശങ്കരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം, അലീനയോട് സംസാരിക്കാൻ പറഞ്ഞതൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു നീ എന്നിട്ട് അവളോട് സംസാരിച്ച അതിനെക്കുറിച്ച്? ഇല്ല എന്ന് പറഞ്ഞു. നന്നായി, നീ ഈ റിക്വസ്റ്റുമായിട്ട് അവൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഹരിയുടെ കാര്യം ശരണിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയായിരിക്കും പിന്നെ നിന്നെ കാണുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം അവളുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് ഒരു വിലയൊക്കെ ഉണ്ട്, നിനക്കൊരു സ്ഥാനമൊക്കെ അവൾ തന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ നിനക്ക് തരാൻ പോകുന്ന വില എന്തായിരിക്കും? വെറുതെ അതിൻ്റെ ആവശ്യമുണ്ടോ? അലീന ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യം അത്. അലീനയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അലീനെക്കുറിച്ച് നിനക്കറിയാലോ, രോഹിത്തിന് വേണ്ടി പോലും ശരണ്യയുടെ അടുത്ത് അവളെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, രോഹിത്ത് നിരപരാധി എന്ന് അറിഞ്ഞിട്ട് പോലും. അപ്പം നിനക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ മനു എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ മനു പറഞ്ഞു എനിക്കറിയാം അങ്കിളെ, എന്നാലും ഇല്ല, നീ ധൈര്യമായിട്ടിരിക്കുക. അവൻ തെറ്റ് ചെയ്തുകൊണ്ട് അവന് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. തെറ്റ് ചെയ്തൊരു ശിക്ഷിക്കപ്പെടുന്നൊരു ചിന്താധികാരിയാണ് അവള്. അതുപോലെ തന്നെ ഞാനും. അതിപ്പോൾ എൻ്റെ മകനാണെ പോലും നിനക്കറിയാലോ, കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, പക്ഷെ നിരപരാധിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എത്രമാത്രം വിഷമമായെന്നറിയാവോ? ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ മോന് കുറേ നാൾ ജയിലിൽ കിടന്നേ, അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ശരിക്കും അലീനെ അവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്.
മണിശങ്കർ തോന്നി അവളോട് സംസാരിക്കേണ്ട അലീനയോട് ഈ വിഷയത്തെക്കുറിച്ച്. കാരണം അങ്കിള് പറഞ്ഞാല് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ അവൾ തന്നോടുള്ള പ്രതികരണം എങ്ങനെയാക്കുമെന്നും അറിയില്ല. തന്നോടുള്ള മതിപ്പും കാര്യങ്ങളൊക്കെ അവൾക്ക് നഷ്ടപ്പെടും എന്നൊരു ചിന്ത. അങ്ങനെ മണിശങ്കർ പിന്നീട് രോഹിത്തിനെ കാണാനായിട്ടൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.